ചൈനയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടരുതെന്ന് ഷി ജിൻപിങ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ചൈന ചെയ്തിരിക്കുന്നത്. 300ഓളം പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന് നൽകാൻ വേണ്ടിയിട്ട് പരസ്പര സാമ്പത്തിക കരാർ വ്യവസ്ഥ ഇറാനും ചൈനയും തമ്മിൽ പൂർത്തിയായതിനോടനുബന്ധിച്ചാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നത്. ഒരു തരത്തിലും ഇറാനെ സഹായിക്കാൻ പാടില്ല, അത് മേഖലയിൽ വലിയ രീതിയിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കും എന്ന തരത്തിലാണ്. ഏത് രാജ്യത്തെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതും ഏത് രാജ്യവുമായിട്ട് ഏത് തരത്തിലാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് എന്നുള്ള കാര്യവും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് തീരുമാനിക്കുന്നത്. അതിൽ അമേരിക്കക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളതും തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നും ചൈന അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇത് മേഖലയിൽ മറ്റൊരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ഒറ്റക്ക് അമേരിക്കയെ ആക്രമിക്കുന്നു, അല്ലെ ഇറാൻ ഒറ്റക്കാണ് അമേരിക്കയെ ആക്രമിക്കുന്നത് എന്ന അഭിപ്രായങ്ങളൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ രീതിയിലുള്ള സഹായം ചൈനയുടെയും റഷ്യയുടേതും ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിശക്തമായിരിക്കുന്ന ഇടപെടൽ ഇറാന് ചൈനക്കെതിരെയും അമേരിക്കക്കെതിരെയും സ്വീകരിക്കാൻ മാത്രം അവർ ആ സംവിധാനങ്ങൾ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് കൃത്യതയോടുകൂടി ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അത് ചൈനയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളുണ്ട്, ചൈനയിൽ നിന്ന് ഇറാൻ വാങ്ങിയ സാറ്റലൈറ്റ് ചിത്രങ്ങളുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ രണ്ട് ചിത്രങ്ങൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും റഡാർ സംവിധാനത്തിൻ്റെ റഡാറിൻ്റെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. ഒരു മിസൈൽ ആക്രമണം പോലും ഇറാൻ്റേത് പായായി പോകുന്നില്ല എന്നുള്ളതും രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങൾ കൃത്യതയോടുകൂടി ആക്രമിച്ച് തകർക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ വിയർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഖത്തറിലെ ഉദൈദ എയർബേസിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെല്ലാം അവിടുന്ന് മാറ്റുകയും ജോർദാനിലേക്ക് പറിച്ചു നടപ്പെടുകയും ചെയ്തു. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏകദേശം 150 വർഷത്തോളം ബന്ധമുള്ള രീതിയിലുള്ള കരാർ വ്യവസ്ഥയാണ് ഖത്തറും അമേരിക്കയും തമ്മിലുണ്ടാക്കിയത് ഉദൈദ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട്. ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിൻ്റെ നിയന്ത്രണം അപ്പാടെ അമേരിക്കയുടെ കൈവശത്തിലാണ്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ അവിടെ നിന്ന് പോകുന്ന വിമാനത്തെക്കുറിച്ചോ യാതൊരു വിവരവും ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനില്ല. മുമ്പ് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ഈ കാര്യം കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തൊരു എയർബേസ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ രാജ്യത്തേക്ക് എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് യുദ്ധവിമാനങ്ങളോ അല്ലാത്തതോ വരുന്നത് എന്നുള്ളതും എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തുമായിട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം എന്ന് അന്ന് തന്നെ ഇബ്രാഹിം റൈസി പറഞ്ഞതാണ്. സമാനമായ രീതിയിലുള്ള സ്ഥിതികളും സാഹചര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ രഹസ്യ കാര്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവർ ഈ പറയപ്പെട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് രഹസ്യ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഒപ്പിയെടുക്കുന്നു, എന്നിട്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു. അങ്ങനെ നിലനിൽക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഖത്തറിൽ ഇറാൻ ഉണ്ടാക്കിയതോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അവിടെ മാത്രമല്ല, ബഹ്റൈനും കുവൈത്തിനും സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് അമേരിക്ക അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്: തങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു മേഖലയും നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷിതമല്ല. തങ്ങൾ ഉറപ്പായിട്ടും തങ്ങൾക്ക് നേരെ ആക്രമണം വരില്ലെന്ന് ഉറപ്പിച്ച ഏരിയകളിൽ നിന്നെല്ലാം തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നു. തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോയിസം എന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. സ്ഥിതികൾക്ക് മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഓരോരോ മേഖലയും തകർന്നിരിക്കുന്നു. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കാരണത്താലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ആ രാജ്യത്തിൻ്റെ ഭരണങ്ങൾ അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾക്ക് പറയാൻ വേണ്ടി മാത്രമേ പറ്റൂ. അതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചൈനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വലിയ സഹായങ്ങൾ ചൈന നൽകുന്നു, റഷ്യ നൽകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഇറാൻ്റെ നിലനിൽപ്പ് ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താവണം? അവർക്ക് പെട്രോളിയം കുറഞ്ഞ വിലക്ക് കിട്ടണം, അതും ഒരുപാട് കിട്ടണം. പല മേഖലകളിലും പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ചൈനയുമായിട്ട് ബന്ധമുള്ള പല രാജ്യങ്ങൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടേക്ക് വരുന്ന പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഥവാ കയറ്റുമതിയാണെങ്കിലും ഇറക്കുമതിയാണെങ്കിലും വലിയ രീതിയിൽ നിയന്ത്രണം ഉണ്ടാവും. ഈ അമേരിക്കക്ക് വലിയ രീതിയിൽ ടാക്സ് നൽകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക നഷ്ടത്തിലേക്കെത്തും. അങ്ങനെ വല്ലാത്ത രീതിയിൽ ഇടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചൈനയോട് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തത്. എന്നാൽ ആ നിയന്ത്രണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഇറാന് ചൈനക്ക് പെട്രോൾ നൽകുന്നത്. അന്താരാഷ്ട്ര പാതയിലൂടെ പല ഘട്ടങ്ങളിലും ഈ പെട്രോൾ കപ്പൽ, അതായത് ക്രൂഡ് ഓയിൽ വഹിച്ചിരിക്കുന്ന ക്രൂഡ് ഓയിലുമായിട്ട് പോകുന്ന കപ്പലിനെ തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിതിരിച്ച് വിടാനോ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചൈനയുടെ സൈന്യം വന്നുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴത്തെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ സ്ഥിതി കാര്യങ്ങൾ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. ചൈനയുടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതികൾ വന്നാൽ ഈ യുദ്ധം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അത് പല ഘട്ടങ്ങളിലായി അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അവരത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം മേഖലാ യുദ്ധമായിട്ട് മാത്രമല്ല, ഒരു മൂന്നാം ലോക യുദ്ധമായിട്ട് മാറില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇറാനും റഷ്യയും ചൈനയും കൊറിയയും ഒരേ നിലപാടുള്ള അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ നിലപാട് എല്ലാ കാര്യത്തിലും സാമ്രാജ്യത്വ വിരുദ്ധമാണ്. അതിലിപ്പോൾ നമ്മൾ റഷ്യ എണ്ണുന്ന സമയത്തും കൊറിയ എണ്ണുന്ന സമയത്തും രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അതുകൊണ്ട് ചൈനയും 3 രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സാമ്രാജ്യത്വത്തെ ഒരു കാലത്തും അംഗീകരിക്കുന്നില്ല, അവരുടെ നിലപാടുകൾ അംഗീകരിക്കുന്നില്ല, അവരെല്ലാ കാലത്തും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം ഇറാനും കൂടി ചേർന്നതോടുകൂടി അത് സംഘബലമുള്ള ഒരു വലിയ ശക്തിയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അപ്പോൾ രംഗത്ത് അല്ലെങ്കിൽ ഈ ഇറാൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമായിട്ട് തന്നെയാണ് നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റഷ്യയും ചൈനയും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അഥവാ ചൈനയുടെ ഇടപെടൽ ഇല്ലാതാക്കുക, റഷ്യയുടെ ഇടപെടൽ ഇല്ലാതാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? ഇറാനെ മാത്രം ഒറ്റക്കുള്ള ഒരു രാജ്യമാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഇറാൻ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്രമിക്കാൻ വേണ്ടി പറ്റും, അതല്ലെങ്കിൽ അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്താവുന്നില്ല, അതിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്തൊരു പ്രശ്നം കൂടി ഇതിനോടനുബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ചൈനയുമായിട്ട് സംസാരിക്കുന്നത്. ചൈന ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്. നിങ്ങൾ ഒരിക്കലും ഇറാനെ സഹായിക്കാൻ പാടില്ല. ഇറാനെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഉണ്ടാകും എന്നുള്ളത്. തങ്ങളൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യമാണെന്നും ഏത് രാജ്യവുമായിട്ട് ഏത് തരത്തിലാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും ആ വിഷയത്തിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ലെന്നും അമേരിക്കയുടെ ഇടപെടൽ തങ്ങൾ അംഗീകരിക്കില്ലെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈന. അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈനയും കൂടി അതിൽ ചൈനയുടെ മുമ്പിലും യഥാർത്ഥത്തിൽ അമേരിക്ക തോറ്റുപോയിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് ചുരുക്കം. അപ്പോൾ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ അമേരിക്കൻ സാഹചര്യങ്ങൾ, അതായത് അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമായിരിക്കുന്ന രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.